വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഫൈനലി KTMന്റെ ഗ്ലോബലിലുള്ള സൂപ്പർ ബൈക്കുകൾ നമുക്കിപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അവരവരുടെ കുറേ സൂപ്പർ ബൈക്കുകൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബൈക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ 1390 സൂപ്പർ ഡ്യൂക്ക് കാറ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 890 ഡ്യൂക്ക് കാറ് വന്നിട്ടുണ്ട്, 1290 സൂപ്പർ അഡ്വഞ്ചർ എസ് വന്നിട്ടുണ്ട്, 890 അഡ്വഞ്ചർ ആറും ഇപ്പം നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് അവരുടെ ഒരുപാട് റോഡ് ലീഗിലല്ലാത്ത എൻഡ്യൂറോ ബൈക്കുകളും നമുക്ക് ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആണ്. 1390 സൂപ്പർ ഡ്യൂക്ക് കാർ അറിയാത്ത ഒരു വണ്ടിപ്രാന്തം പോലും കാണത്തില്ല. അത്രയ്ക്ക് ഫേമസ് ആയ ഒരു വണ്ടിയാണ് ഈ ഒരു സൂപ്പർ ഡ്യൂക്ക് കാർ എന്ന് പറയുന്നത്. ശരിക്കും ബ്രൂട്ടലായ നല്ല അഗ്രസീവായ ഡിസൈനുള്ള ഒരു വണ്ടിയാണ്. എവിടെ നോക്കിയാലും വളരെ ഷാർപ്പായ മസ്കുലർ ലുക്കുള്ള ഒരു അഗ്രസീവ് വണ്ടി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇതിന് എഞ്ചിൻ നോക്കിയാലും നല്ല പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. ഒരു 1350 cc V2 എഞ്ചിനാണ് ഇതിൽ വന്നേക്കുന്നത്. 190 PS 10,000 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലപോലെ ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 145 Nm അടുത്ത് ടോർക്കാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ KTMന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള WPയുടെ അപ്പർ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രെംബോ സ്റ്റൈലിലാണ് ഇതിൽ ബ്രേക്സ് വന്നേക്കുന്നത്. പിന്നെ നോക്കിയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, സൂപ്പർ മോട്ടോ ABS വരുന്നുണ്ട്, കോർണറിങ് ABS വരുന്നുണ്ട്, വീലി കൺട്രോൾ വരുന്നുണ്ട്, ലോഞ്ച് കൺട്രോൾ വരുന്നുണ്ട്, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. അങ്ങനെ പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് 890 ഡ്യൂക്ക് കാറാണ്. ആ ഒരു സൂപ്പർ ഡ്യൂക്ക് പോലെ നല്ല അഗ്രസീവായ ലുക്കാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ലുക്ക് മാത്രമല്ല, പെർഫോമൻസിലും ഇത് ശരിക്കും അഗ്രസീവാണ്. ഇതിന് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 899 cc പാലറ്റിൻ എഞ്ചിനാണ്. 121 PS ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 99 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലും ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള WPയുടെ അപ്പർ സസ്പെൻഷൻ വരുന്നുണ്ട്, ബ്രെംബോയുടെ സ്റ്റൈലിമ ബ്രേക്സ് വരുന്നുണ്ട്, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, വീലി കൺട്രോൾ, സൂപ്പർ മോട്ടോ ABS, കോർണറിങ് ABS, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അവർ ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ADU ബൈക്കുകളാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അതിൽ വലിയ വണ്ടി നോക്കുകയാണെങ്കിൽ 1290 അഡ്വഞ്ചർ എസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ എസ് സൂചിപ്പിക്കുന്നത് ശരിക്കും ഒരു ഹാർഡ് കോർ ഓഫ് റോഡർ അല്ല, ഇതൊരു റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ADV ആണ്. അതാണ് ആ ഒരു എസ് സൂചിപ്പിക്കുന്നത്. ഇത് നോക്കിയാലും ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 1301 cc ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 160 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 140 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ സെമി ആക്റ്റീവ് WPയുടെ USD ഫോർക്കാണ് ഇതിൽ വന്നേക്കുന്നത്. അതേപോലെ തന്നെ ബ്രെംബോയുടെ സ്റ്റൈലിമ ബ്രേക്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ക്രൂയിസ് കൺട്രോളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേക്കഡ് ബൈക്കിൻ്റെ പോലെ അല്ല, ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നോക്കിയാൽ ശരിക്കും വലുതാണ്. 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് ഈ ബൈക്കിൽ വരുന്നത്. അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ KTMന്റെ 890 അഡ്വഞ്ചർ ആറാണ്. ഇത് ശരിക്കും ഇവിടെ ഓഫ് റോഡിന് വേണ്ടിയുള്ള ഒരു വണ്ടിയാണ്. ടയറൊക്കെ നോക്കിയാലും സസ്പെൻഷൻ ട്രാവലൊക്കെ നോക്കിയാലും നല്ല കൂളുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് റോഡിൽ കുറച്ചുകൂടെ ഫോക്കസ് ആയി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ADU ബൈക്കാണ് ഈ ഒരു 890 അഡ്വഞ്ചർ ആറെന്ന് പറയുന്നത്. ഇതിന് എഞ്ചിൻ നോക്കിയാണെങ്കിൽ നമ്മൾ ആ ഒരു 890 ഡ്യൂക്കിൽ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. ഒരു 899 cc പാലറ്റിൻ എഞ്ചിനാണ്. ഇതിന് പക്ഷേ പവർ കുറച്ച് കുറവാണ്. നമ്മുടെ ഡ്യൂക്കിനേക്കാളും 16 PS പവർ ഇതിന് കുറവാണ്. പക്ഷേ ടോർക്ക് 1 Nm ഇതിന് കൂടുതലാണ്. ഇത് കൂടാണ്ട് അവരുടെ റോഡ് ലീഗ് അല്ലാത്ത ഒരുപാട് എൻഡ്യൂറോ ബൈക്കുകൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 350 ESCC F വന്നിട്ടുണ്ട്, 450 SSF വന്നിട്ടുണ്ട്, പിന്നെ 250 SSF വന്നിട്ടുണ്ട്, 85X, 65X, 50X, ഇങ്ങനത്തെ ഒരുപാട് എൻഡ്യൂറോ ബൈക്കുകളും വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിലയൊക്കെ നോക്കുകയാണെങ്കിൽ മാരക വിലയാണ്. ഈ പറഞ്ഞ ആ ഒരു 50X എന്ന് പറഞ്ഞ ആ ഒരു എൻഡ്യൂറോ ബൈക്കിൻ്റെ വില വരുന്നത് 4.7 ലാഖാണ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ 1390 ഡ്യൂക്ക് സൂപ്പർ ഡ്യൂക്കിൻ്റെ വില വരുന്നത് 22.96 ലാഖാണ്. പിന്നെ നമ്മുടെ 890 ഡ്യൂക്ക് കാറിന് 14 ലക്ഷം രൂപ വരുന്നത്. പിന്നെ ആ ഒരു 1290 സൂപ്പർ അഡ്വഞ്ചർ എസിന് വരുന്നത് 22.74 ലാഖാണ്. പിന്നെ നോക്കിയാണെങ്കിൽ നമ്മുടെ 890 അഡ്വഞ്ചറിന് വരുന്നത് 15.8 lakh rupees. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.